പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ദുബായിൽ പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തിയത് 15,000-ഓളം ഇന്ത്യക്കാർ. പൊതുമാപ്പ് വിജയിപ്പിക്കുന്നതിൽ ഇന്ത്യൻ കോൺസുലേറ്റും നിർണായക പങ്ക് വഹിച്ചു. കോൺസുലേറ്റിലെയും അവീറിലെയും ഫെസിലിറ്റേഷൻ സെന്ററുകൾ വഴി പ്രവാസികൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കി. 2117 പാസ്പോർട്ടുകൾ, 3589 എമർജൻസി സർട്ടിഫിക്കറ്റുകൾ, 3700-ലധികം എക്സിറ്റ് പെർമിറ്റുകൾ എന്നിവ ലഭ്യമാക്കുന്നതിനും കോൺസുലേറ്റ് സഹായിച്ചു. UAE അധികാരികളിൽ നിന്ന് ഫീസും പെനാൽറ്റി ഇളവുകളും നേടുന്നതിനുള്ള മാർഗനിർദ്ദേശത്തിൽ നിന്ന് നിരവധി വ്യക്തികൾക്ക് പ്രയോജനം ലഭിച്ചതായും കോൺസുലേറ്റ് അറിയിച്ചു. ഓപ്പറേഷൻ പൂർത്തിയാക്കുന്നതിന് പിന്തുണ നൽകിയതിന് UAE ഗവൺമെന്റിനോടും പ്രവാസി സംഘടനകളോടുമുള്ള നന്ദി ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതർ രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ സ്വകാര്യ മേഖലാ ജീവനക്കാർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രാബല്യത്തിൽ വന്നു. 320 ദിർഹം മുതൽ അടിസ്ഥാന ആരോഗ്യ ഇൻഷുറൻസ് പാക്കേജ് ലഭ്യമാണ്. നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് ഇതിനകം അബുദാബിയിലും ദുബായിലും നിലവിലുണ്ട്. ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ, ഫുജൈറ തുടങ്ങിയ ശേഷിക്കുന്ന എമിറേറ്റുകളിലേക്കും ഇത് വ്യാപിപ്പിക്കുന്നു. ഗാർഹിക തൊഴിലാളികൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ബാധകമാണ്. പുതിയ തൊഴിൽ വിസ എടുക്കുന്നതിനും നിലവിലെ പെർമിറ്റ് പുതുക്കുന്നതിനും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാണെന്നും മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. 64 വയസ്സുവരെയുള്ളവർക്ക് ആരോഗ്യ പദ്ധതിയിൽ ചേരാം. 320 ദിർഹം മുതൽ അടിസ്ഥാന ആരോഗ്യ ഇൻഷുറൻസ് പാക്കേജ് ലഭ്യമാണ്. ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് തുക അതതു കമ്പനി ഉടമകളാണ് വഹിക്കേണ്ടത്. ജീവനക്കാരിൽ നിന്ന് ഈ തുക ഈടാക്കരുത്. ജീവനക്കാരുടെ ആശ്രിതർക്കും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാണ്. ജീവനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകിയില്ലെങ്കിൽ ആളൊന്നിന് മാസത്തിൽ 500 ദിർഹം വീതം പിഴ ഈടാക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിൽ നെറ്റ്വർക്ക് ഓപ്പറേഷൻ സെന്ററുകളിൽ 94% സ്വദേശീവൽക്കരണം. ടെലികമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റിയാണ് ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശം പുറത്തിറക്കിയത്. വിദേശികൾക്ക് നെറ്റ്വർക്ക് ഓപ്പറേഷൻ സെന്ററുകളിൽ 6% മാത്രമായിരിക്കും തൊഴിലവസരം ലഭിക്കുക. ടെലികമ്മ്യൂണിക്കേഷൻസ് മേഖല കൈകാര്യം ചെയ്യുന്നതിൽ വിദേശികളുടെ പങ്ക് വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. നിശ്ചിത സ്വദേശിവൽക്കരണം പാലിക്കാത്ത ലൈസൻസികൾക്ക് അത് നടപ്പാക്കാൻ 8 മാസത്തെ ഗ്രേസ് പീരീഡ് അനുവദിക്കും. ഈ കാലയളവിൽ നടപ്പിൽ വരുന്ന ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള പദ്ധതി സമർപ്പിക്കണം. ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് അത് അവലോകനം ചെയ്ത് അംഗീകാരം നൽകും. പ്രാദേശിക പ്രതിഭകൾക്ക് രാജ്യത്തെ ടെലികമ്മ്യൂണിക്കേഷൻസ് മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിനാണ് അധികൃതരുടെ ശ്രമം. സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രതിമാസ പുരോഗതി റിപ്പോർട്ടും സമർപ്പിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതുവർഷ ദിനത്തിൽ ദുബായിൽ പൊതുഗതാഗതം ഉപയോഗിച്ചത് 25 ലക്ഷത്തിലധികം പേർ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് യാത്രക്കാരുടെ എണ്ണത്തിൽ 9.3% വർധന. ദുബായിൽ പുതുവർഷ ദിനത്തിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയത് 25,02,474 പേർ. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് കണക്കുകൾ പുറത്തുവിട്ടത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് യാത്രക്കാരുടെ എണ്ണത്തിൽ 9.3% വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 22,88,631 പേരാണ് പുതുവർഷ ദിനം പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയത്. ദുബായ് മെട്രോയിൽ 11,33,251 പേരും ദുബായ് ട്രാമിൽ 55,391 പേരുമാണ് യാത്ര ചെയ്തത്. ബസ്സുകളിൽ 4,65,779 പേർ യാത്ര ചെയ്തപ്പോൾ മറൈൻ യാത്രാ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയത് 80,066 പേരാണ്. ഇ ഹെയിലിംഗ് സേവനങ്ങൾ 1,95,651 പേരും ഷെയർഡ് സേവനങ്ങൾ 1,238 പേരും ഉപയോഗിച്ചു. ടാക്സികളിൽ യാത്ര ചെയ്തവർ 5,71,098 പേരാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മസ്കറ്റ് നൈറ്റ്സിലേക്ക് സന്ദർശക പ്രവാഹം. ഇതുവരെ 2.5 ലക്ഷത്തിലധികം പേരാണ് മസ്കറ്റ് നൈറ്റ്സ് വേദി സന്ദർശിച്ചത്. മേള ആരംഭിച്ച ആദ്യ ആഴ്ചയിൽ തന്നെ ധാരാളം പേരാണ് ഇവിടെ സന്ദർശനത്തിനെത്തിയത്. 2024 ഡിസംബർ 23 മുതൽ 2025 ജനുവരി 21 വരെയാണ് ഇത്തവണത്തെ മസ്കറ്റ് നൈറ്റ് സംഘടിപ്പിക്കുന്നത്. ഈ മേളയിൽ 700-ൽ പരം ചെറുകിട ഇടത്തരം സംരംഭകർ പങ്കെടുക്കുന്നുണ്ട്. ഖുറം നാച്ചുറൽ പാർക്ക്, അൽ നസീം പാർക്ക്, അൽ അമീറത്ത് പാർക്ക്, ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ, ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ എന്നിവിടങ്ങളിൽ വെച്ചാണ് മസ്കറ്റ് നൈറ്റ് സംഘടിപ്പിക്കുന്നത്. ഈ ആഘോഷ പരിപാടികൾ കുടുംബങ്ങൾക്ക് ഒത്തൊരുമിച്ച് ആസ്വദിക്കാനുള്ള നിരവധി അവസരങ്ങളാണുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.